ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നൊരു ഫാമിലി വിസിറ്റ് ഉണ്ടായിരുന്നു ഷിപ്പിൽ. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ്. ഞങ്ങൾ കൂടെ പോണത് അനുമാമയുടെയൊക്കെ കൂടെയാണ്. മാമ കറൻ്റ് വർക്ക് ചെയ്യണത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലാണ്. ആക്ച്വലി ഈ ഫാമിലി വിസിറ്റ് നടത്തുന്നത് കോസ്റ്റ് ഗാർഡ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ്. മാമയും ഫാമിലിയും പിന്നെ ഞാനും നൂനും കൂടിയാണ് പോണത്. വാപ്പച്ചിയാണ് ഞങ്ങൾ രാവിലെ കൊണ്ടുപോയി ആക്കി തന്നെ. മാമയുടെയൊക്കെ ഓഫീസ് മട്ടാഞ്ചേരിയിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് എത്താനാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളൊരു 6:45 കൊച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അന്മാമയൊക്കെ ആണെങ്കിലും അവർ വൈപ്പിൽ വണ്ടി ഇട്ടിട്ട് ജങ്കാറിനാണ് വരുന്നത്. അവർ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അവരുടെ ഓഫീസിലേക്ക് പോണത്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. പിന്നെ പാസ്സൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കണേന് ഈ കാണുന്ന ഷിപ്പിലാണ് ഞങ്ങൾ പോണത്. 2 ഷിപ്പായിരുന്നു ഞങ്ങൾ പോയ ടൈമിലുണ്ടായിരുന്നത്. ഞങ്ങൾ കയറിയ ഷിപ്പിൻ്റെ പേര് സമർത്തും മറ്റേത് സാക്ഷവുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ളത് 150 കിലോമീറ്റേഴ്സാണ്. ഒരു 8:20 ആയപ്പോഴത്തേക്കും സാക്ഷം എന്ന് പറഞ്ഞ ആ ഷിപ്പാണ് ആദ്യം പോണത്. ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടാനായിട്ട് ലേറ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അകത്തേക്കൊന്ന് കയറി നിൽക്കാൻ നോക്കി. പിള്ളേരൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യിക്കാൻ വേണ്ടി കയറിയതാണ്. അവിടെ പോയി വന്നപ്പോഴേക്കും സിഗ്നലൊക്കെ കിട്ടിയിട്ടുണ്ടായി. എല്ലാം ഓക്കെ. നമ്മുടെ യാത്ര അവിടെ നിന്ന് തുടങ്ങണേന്. എൻ്റെയും നൂനുവിൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഷിപ്പിൽ ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങൾ ഇതുവരെ ഷിപ്പിൽ കയറിയിട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ചൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ട്രാവൽ ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങൾക്ക് അവർ കഴിക്കാൻ തന്ന ബോക്സിൽ പപ്സും ബ്രൗണീസ്, ചോക്ലേറ്റ്, ജ്യൂസ് അങ്ങനെ അടങ്ങിയൊരു ബോക്സാണ് തന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കണേന്. 150 കിലോമീറ്റേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണല്ലോ പറഞ്ഞിരുന്നത്. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും 2 ഹെലികോപ്റ്ററും പിന്നെ ഒരു ചെറിയൊരു ഷിപ്പും സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അവർ നമുക്ക് ഒരു ഡെമോ പോലെയൊക്കെ കാണിച്ചു തന്നായിരുന്നു. അതായത് ഇപ്പോൾ ഒരു വാറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് റെസ്ക്യൂ ചെയ്യുക, അങ്ങനെയുള്ള ഓരോരോ ആക്ടിവിറ്റീസ് നമ്മളെ കാണിച്ചു തന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 12:50 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. വെജിറ്റബിൾസൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കൂടെ പപ്പടം, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെ മാമയൊക്കെ ഇരിപ്പുണ്ട്. അവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുക്കണേന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാനിമ ഞങ്ങൾക്ക് ബ്ലാക്ക് കോഫി തന്നു. നാനിമ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ആക്ച്വലി അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല റിഫ്രഷ്മെൻറ്റ് കിട്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫീസേഴ്സ് വന്നിട്ട് കുറച്ച് പേരോട് പാട്ടൊക്കെ പാടാൻ പറഞ്ഞു. വലിയ ആൾക്കാരും കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങളത് നല്ലോണം എൻജോയ് ചെയ്തു. ആൻഡ് ഫൈനലി അൽഹംദുലില്ലാ ഞങ്ങൾ പോയിട്ട് തിരിച്ചെത്തി. ഒരു 3 ഒക്കെ ആയപ്പോഴത്തേക്കും ആണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ജങ്കാറിൻ്റെ അങ്ങോട്ടേക്ക് വന്നു. മാമാടെയൊക്കെ വണ്ടി അപ്പുറത്താണ് കിടക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോണേന് വാപ്പച്ചിയും ഉമ്മയും ഈവനിങ് ആകുമ്പോൾ നാനിമാരുടെ വീട്ടിൽ വന്നിട്ട് പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ നേരെ നാനിമാരുടെ വീട്ടിലേക്ക് പോണേന്. നല്ലൊരു ഡേ ആയിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെയും നൂനുൻ്റെയും എക്സൈറ്റ്മെൻറ്റ് പോലെ തന്നെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി വരാനും പറ്റി.
വീട്ടിലേക്ക് പോകും വഴി ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പോയത്. ഞാനും ന്യൂനും മൊജിറ്റയാണ് കുടിച്ചത്. അങ്ങനെ പിള്ളേരൊക്കെ നല്ല ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. എല്ലാവരും അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. ഇത്രയൊക്കെയാണ് ഫാമിലി വിസിറ്റിൻ്റെ വിശേഷങ്ങൾ. ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഷോർട്സായിട്ട് ഇടുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.